3 ദിവസം പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ 4 ദിവസം പഴകിയ ഭക്ഷണം നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ? ഇല്ലല്ലോ, ആരും കഴിക്കില്ല. എത്ര വിശന്നെന്ന് പറഞ്ഞിരുന്നാലും അഴുകിയ ഭക്ഷണം നമ്മളാരും കഴിക്കത്തില്ല. എന്നാൽ നമ്മൾ അറിയാതെ പലപ്പോഴും ഇത്തരത്തിൽ അഴുകിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ നഖങ്ങളിലൂടെ. പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ നഖം വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ഇടത് കൈയെന്നോ വലത് കൈയെന്നോ അവർക്ക് വ്യത്യാസമൊന്നുമില്ല. നഖം നല്ല ക്യൂട്ടായിട്ട് വളർത്തി അവയിൽ അത്യാവശ്യം പോളിഷൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ്. മറ്റു ചിലരാണെങ്കിലോ നഖം കടിയാണ്. ഒരു രക്ഷയില്ലാതെ ഇവർ നഖം കടിച്ചുകൊണ്ടിരിക്കും. ബോറടിച്ചിട്ടോ ടെൻഷൻ കയറിയിട്ടോ ഒക്കെ ആയിരിക്കും നഖം കടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന അപകടം എന്തെന്നറിയാവോ? നമ്മുടെ നഖത്തിൻ്റെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, വ്യക്തമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവും. നഖത്തിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളുടെ ചെറിയ ശകലങ്ങൾ ഇരിപ്പുണ്ടാവും. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈകളുടെ പുറം ഭാഗം നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കും. നഖത്തിൻ്റെ ഇടയിൽ എങ്ങനെ വൃത്തിയാക്കും? എത്ര കാര്യമായിട്ട് വൃത്തിയാക്കിയാലും ഇവ നഷ്ടപ്പെടുമോ? ഇല്ല. ഇത്തരം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ പല ശകലങ്ങളും നമ്മുടെ നഖത്തിന്റെ ഇടയിലുണ്ട്. ഇന്നലെ കഴിച്ചത്, മിനിഞ്ഞാന്ന് കഴിച്ചത്, 3 ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണത്തിന്റെ കണികകൾ വരെ നമ്മുടെ നഖത്തിന്റെ ഇടയിൽ കാണും. ഇവ അവിടെ ഇരുന്ന് അഴുകും. അവയിൽ ബാക്ടീരിയകൾ പെറ്റുപെരുകും, ഫംഗസ് ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇളകി വരുന്ന കോശങ്ങളുണ്ടാവും. നമ്മളിങ്ങനെ ചൊറിയുന്നു, തല ചൊറിയുന്നു, ഇതെല്ലാം കോശങ്ങൾ ഇതിന്റെ ഇടയിലുണ്ടാവും. ഇങ്ങനെ കോശങ്ങളും അഴുകിയ കണികകളും ബാക്ടീരിയയും ഫംഗസും എല്ലാം ചേർന്ന കണികകളാണ് ഇതിനിടയിലുള്ളത്. ഇതാണ് നമ്മൾ കടിക്കുകയോ ഇല്ലെങ്കിൽ നഖം നീട്ടി വർത്തുകയോ ചെയ്യുന്നത്. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഇതാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് ഇവ നമ്മൾ കഴിക്കുന്നു. നഖം കടിക്കുന്ന സമയത്ത് ഇതെല്ലാം നേരിട്ട് ഉള്ളിലേക്ക് പോകും. എന്തിനിങ്ങനെ പുലിവാല് പിടിക്കുന്നു? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഏത് കൈയാണോ ആ കയ്യിലെ നഖങ്ങൾ ഭംഗിയായിട്ട് വെട്ടിവെക്കുക. ഒരിക്കലും ആ കയ്യിലെ നഖങ്ങൾ കടിക്കരുത്, അത് ശരീരത്തിന് കേടാണ്. ഈ ഒരു സത്യം നിങ്ങൾ എല്ലാ ന്യൂ ജനറേഷൻ കുട്ടികളുടെ അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നഖം കടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതൊന്ന് ടാഗ് ചെയ്ത് കാണിക്കുക.